അപ്പോൾ ഇന്നാണ് ഗ്രൂം ടു ബി. നമ്മളേതായാലും ബ്ലാക്ക് ഓർ വൈറ്റ്. എനിക്ക് ബ്ലാക്ക് ഇല്ല, സോ ഞാൻ ഈ കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ബ്ലാക്ക് ഒരു ഇത് ഗൗണാണ്. ഗൗണിന് ഞാൻ ബ്ലൗസ്. ഞങ്ങൾ ഓഡിറ്റോറിയത്തിലൊന്നും വെച്ചല്ല, വീട്ടിൽ വെച്ച് തന്നെയാണ് കല്യാണ ഫംഗ്ഷനൊക്കെ നടത്താൻ പോകുന്നത്. അതുകൊണ്ട് വീട്ടിലാണ് പന്തലൊക്കെ കെട്ടുന്ന, പന്തൽ പണിയുടെയൊക്കെ ഇതിലിരിക്കുകയാണ്. പിന്നെ വീടൊക്കെ അലങ്കരിച്ചു, ഇനിയും പണികളുണ്ട്. അപ്പോൾ എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വീട്ടിലെ ലൈറ്റിംഗ് സെറ്റപ്പ്. അങ്ങനെ ഗ്രൂം ടു ബിയുടെ ഇതൊക്കെ നമ്മൾ മുകളിൽ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ മുകളിലാണ് ചെയ്തത്, ബാൽക്കണിയിലാണ് ചെയ്തത്. അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ സഹ്റിനെ ഗ്രൂമിനെ വിളിച്ച് അവൻ വരുന്ന സീനൊക്കെയാണ് നമ്മൾ വീഡിയോ എടുത്തത് കേട്ടോ. കുറേയൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. പിന്നെ കേക്കൊക്കെ വാങ്ങിച്ചായിരുന്നു. പിന്നെ ഒരു കാര്യം, ഈ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും നല്ലപോലെ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ കേക്കിലായി കൂടുതൽ കോൺസെൻട്രേഷൻ. ഗ്രൂം അവിടെ ഒരു വരിക്ക് നിൽക്കുന്നുണ്ട്, കേക്ക് തീറ്റിയായിരുന്നു. പിന്നെ ഈ പോപ്പറൊക്കെ പൊട്ടിച്ചപ്പോൾ കേക്കിലൊക്കെ വീണത്, അതൊക്കെ അതിനുള്ളിൽ പറക്കൊക്കെ എടുത്ത് കളയലൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഗ്രൂം ടു ബി നമ്മൾ നന്നായിട്ട് അടിച്ച് പൊളിച്ചു കേട്ടോ. വീഡിയോസൊക്കെ ഇതിൽ വളരെ കുറവാണ്, കാരണം എൻ്റെ ഫോണിൽ അപ്പോഴേക്ക് സ്റ്റോറേജ് തീർന്നു. പിന്നെ ഇതിൽ കിടന്ന ഗെയിമൊക്കെ ഡിലീറ്റ് ചെയ്യലും ഒരു മേളമായിരുന്നു. എനിക്കാടാ കേക്കിലൊക്കെ വീണാടാ സാധനങ്ങള്. കൊടുത്താ ഒരിക്കൽ വീഡിയോ എടുക്കണം. പിന്നെ നമ്മളൊരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ എല്ലാവരെയും വിളിച്ച് താഴെ നിർത്തിയിട്ട് ഞാൻ ബാൽക്കണിയിൽ നിന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് എടുത്തൊരു സീനാണ് കേട്ടോ. അത് ഞാൻ വീഡിയോ ആക്കി, പിന്നെ ഫോട്ടോസും എടുത്തായിരുന്നു. അപ്പോൾ പലരും പല വഴിക്കായിരുന്നു, എല്ലാവരും വിളിച്ച് വരുത്തി എടുത്തൊരു സീനാണ് കേട്ടോ. പക്ഷെ എന്തായാലും ഇതൊക്കെ കൊള്ളായിരുന്നു. ഇവരിതൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വീഡിയോ ഒന്നും ഭയങ്കര എന്താണ് പറയുന്നത്, ഭയങ്കര പ്രൊഫഷണലൊന്നും അല്ലെങ്കിലും ഞങ്ങളുടെ ആ ഒരു ഫങ്ഷനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഗ്രൂം ടു ബി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി 3 മണിക്ക് കാർഡ് കളിക്കുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത ദിവസം നമുക്ക് ആമിനയുടെ വീട്ടിൽ ഹൽദി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയും പോയി, അവിടെ നിന്നും ചെറിയ ഇമേജസൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ പ്രൊഫഷണലായിട്ട് വീഡിയോഗ്രാഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ കിട്ടുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഫോണിലെടുത്ത കുറച്ച് വീഡിയോസാണ് ഇട്ടത്. എൻ്റെ മഞ്ഞ ഡ്രസ്സ് ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ മക്കൾക്ക് 2 പേർക്കും ഇല്ലായിരുന്നു. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. എൻ്റെ ഇക്കുവിന് മഞ്ഞ ഷർട്ടേ ഇല്ല, സോ ബ്ലാക്കാണ് ഇട്ട് വന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ ഹൽദി ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലും ഫങ്ഷൻസൊക്കെ ഉണ്ടായിരുന്നുണ്ട്, ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ എല്ലാ വീഡിയോസും എനിക്ക് പകർത്താൻ പറ്റിയിട്ടില്ല. ഞാൻ പെട്ടെന്ന് എടുത്ത വീഡിയോസാണ്. ഇത് ഐഷയാണ്, ആമിനയുടെ സിസ്റ്ററാണ്. നിങ്ങൾ
വൈകുന്നേരം അവിടുത്തെ റിസപ്ഷന് ഡ്രസ്സ് കൊണ്ട് കൊടുക്കാൻ പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. ഇതെൻ്റെ മോളുടെ ഔട്ട്ഫിറ്റാണ്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. ഇത് ഓഡിറ്റോറിയത്തിൽ പോയവരെല്ലാവരും കൂടെ ചേർന്നൊരു ഫോട്ടോ എടുത്തായിരുന്നു. പിന്നെ അടുത്ത നെക്സ്റ്റ് കല്യാണ ഡേയ്സാണ് അല്ലെ വീഡിയോസ്. ചെക്കൻ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഭയങ്കര പേടിച്ച് കല്യാണം കഴിക്കാനാണോ? അറിയോ എന്റെ ഹസ്ബൻഡ് ഉണ്ടോ? ഇന്ന് കലാശക്കൊട്ടിന്റെ ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് റോഡിൽ നല്ല ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. ഇന്നാണ് നമ്മൾ കാത്തിരുന്ന ആ ദിവസം, വെഡിങ് ഡിസംബർ 7. നമ്മൾ വെള്ളായണി ജംഗ്ഷനിലെത്തി. പിന്നെ ഗ്രൂമിൻ്റെ എൻട്രി ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത് ഞങ്ങളുടെ പുറകെ ഗ്രൂമിൻ്റെ പുറകെ എന്നല്ലേ പോയത്. പിന്നെ എനിക്ക് ഫുൾ തിരക്കായിരുന്നു. വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആരെങ്കിലുമൊക്കെ എടുത്ത വീഡിയോസ് അവിടെ നിന്നൊക്കെ ചേർത്തിട്ടിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞങ്ങളുടെ വീഡിയോഗ്രാഫേഴ്സ് തരുമ്പോൾ ഇടുന്നതായിരിക്കും. ഇതാണ് എൻ്റെ മോളുടെ ഡ്രസ്സ്. മോളുടെ നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അവളുടെയും കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൽ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ക്ഷീണിച്ചു. റിസപ്ഷൻ വൈകിട്ട് വീട്ടിൽ വെച്ചായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഇക്കുവിൻ്റെ ഡ്രസ്സ്, ഇതായിരുന്നു എൻ്റെ ഡ്രസ്സ്. പിന്നെ മക്കളെ ഫോട്ടോസൊന്നും കിട്ടിയില്ല. പിന്നെ കുറച്ച് റാൻഡം ആയിട്ടുള്ള പിക്സൊക്കെ എടുത്ത് കാണിച്ചിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ വെഡ്ഡിങ് റിസപ്ഷൻ ഫോട്ടോ. പിന്നെ ഫുൾ വീഡിയോ, ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വീഡിയോ കിട്ടിയിട്ടുള്ളതിന് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ.